നല്ല പടം സൂപ്പർ എന്തെന്താ ഞാൻ നോർമലി കാമാണ്, ഇപ്പോഴും കാം. എനിക്കറിയില്ല, എൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ അവരുടെ വർക്ക്, ടീം അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാം ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. സോ വാട്ട് എവർ റെസ്പോൺസ് വി ഗെറ്റ് നൗ വി മെ നോട്ട് വി വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. സോ കാണാം നമുക്ക് ഇൻ ആക്ച്വലി ഈവനിങ് നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് റെസ്പോൺസ്. ഓ യാ ഷീസ് എ ബ്യൂട്ടിഫുൾ ആക്ട്രസ്, നല്ല പെർഫോമറാണ്. സോ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, അവർ എത്തുന്നേ ഉള്ളൂ. തൃശ്ശൂരുണ്ടോ? ഓക്കെ ഓക്കെ. നിങ്ങളെല്ലാവരും കണ്ടോ? ആരുടെ? ഇല്ല ഇല്ല, എൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എൻ്റെ അതൊക്കെ ഇല്ല, അങ്ങനൊന്നും ഇല്ല. സോ ബട്ട് ഐ എം ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ് ഡൺ. ഐ എം അബ്സല്യൂട്ട്ലി ഹാപ്പി. ഞാൻ അവനെ ജസ്റ്റിഫൈ ചെയ്യില്ല, പക്ഷേ ഐ ഡോണ്ട് റിലേറ്റ് വിത്ത് ഹിം. ഞാൻ അത്ര വെഞ്ചൻസ് ഉള്ള ആൾക്കാർ ആളൊന്നും അല്ല. he always like എൻ്റെ ഹീറോ മാത്യു ആണ്. എൻ്റെ ഹീറോ മാത്യു ഒന്നും അല്ല. ബട്ട് it's good to play something which is actually എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ he's always bad towards everything in the world. ബട്ട് അങ്ങനെ ഒന്നുമില്ല. ആക്ച്വലി എല്ലാവരും വില്ലൻ തന്നെ, എല്ലാവരും വില്ലനും എല്ലാവരും ഹീറോയും. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ യാ, ആരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ നോക്കുന്നില്ല. രണ്ടുപേരുടെ പെർസ്പെക്റ്റീവ് വളരെ ജെന്യുവൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഓഡിയൻസ് തീരുമാനിക്കും. അതെ, അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ജെന്യുവനായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ജെന്യുവനിറ്റി നമ്മൾ ആ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകൻ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സസ്പെൻസ് ത്രില്ലറാണ്. ത്രില്ലർ സിനിമയാണ്. നല്ല പടം. ഒരു ഫ്രഞ്ച് സ്പാനിഷ് സൈക്കോ ടൈപ്പ് ത്രില്ലറാണ്. ക്യാരക്ടർ കുറവാണ്, പക്ഷേ തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്. സൈക്കോ റിലേറ്റഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ രാജ്വി ഷെട്ടി നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപർണ വാലവർ നല്ല ചെയ്തിട്ടുണ്ട്. കൊള്ളാം എന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു പട്ടിയുണ്ട്, ആ പട്ടി പോലും വളരെ ഭംഗിയായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. പട്ടി നല്ലൊരു പടം. തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. നല്ല പടം. നിങ്ങളും എല്ലാവരും കാണും. നന്നായിട്ടുണ്ട്. നല്ല പടം. നിങ്ങൾ കാണും. സസ്പെൻസ് കളയണ്ട. നല്ല പടം. നല്ല സിനിമയാണ്. ഗംഭീര സിനിമയാണ്. തിയേറ്റർ എല്ലാവരുടെയും അടിപൊളിയാണ്. സൂപ്പർ. നല്ല പടം. കണ്ട് എൻജോയ് ചെയ്യാം. നല്ല പടം. ഗുഡ് മൂവി. അടിപൊളി. കണ്ടിരുന്നു. അടിപൊളിയാണ്. അമൃത പൊളിച്ചു, അല്ല അപർണ പൊളിച്ചു. ഓക്കെ, അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഇവിടെ. ത്രില്ലറാണ്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി. അടിപൊളിയുണ്ട്. സൂപ്പർ. മലയാളത്തിൽ ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ആദ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അപർണ ബാലമുരളി വളരെ അവരുടെ കരിയറിലെ ഒരു ബിഗ് ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. സൂപ്പറായിട്ടുണ്ട്. പിന്നെ രാജ്വി ഷെട്ടി സാറായതുകൊണ്ട് ആ വില്ലൻ റോളും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം പടം രണ്ടുപേരുടെയും ഒരു സ്പെഷ്യൽ സാധനമാണ്, കാണേണ്ട ഒരു സാധനം. ക്രൂ തന്നെയാണ്. എല്ലാവരും പടം കാണുക. പടത്തിൻ്റെ ക്രൂ ക്ലാസിക് പടം ഉണ്ടാ. അപർണ മുരളിയും രാജ്ഭൂഷൺ പൊളിച്ചിട്ടുണ്ട്. സൂപ്പറാണ്. സൂപ്പർ. അടിപൊളി പടം. നല്ല സിനിമയാണ്. കുറേ നാളുകൂടി ഒരു സ്ത്രീപക്ഷ സിനിമ ഇറങ്ങിയത്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലറാണ്. സൂപ്പർ സിനിമയാണ്. ഞാൻ ഈ ഒരു വലിയ ചിത്രത്തിൻ്റെ നല്ലൊരു ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം കൂടിയാണ്. സൂപ്പർ. എല്ലാവരും കാണണം കേട്ടോ. നമുക്ക് ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയോട് കണ്ടിരുന്ന അവസാനം മനസ്സിലൊരു ശരിക്കും ഒരു സങ്കടം വന്നൊരു ഭയങ്കര ഒരു ഫീലോടുകൂടെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഭയങ്കര എല്ലാവരും കാണുക. നല്ലൊരു മൂവി. നല്ലത്. ഒരു പുതിയ എന്താ പറയുക, ഒരു ഭയപ്പെട്ട തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ സന്തോഷം
നല്ല സങ്കടമായിട്ട് അവസാനിക്കുന്ന ഒരു രീതിയാണ്. ഒരു മുഖമായ എക്സ്പീരിയൻസ് ഉണ്ട് അവസാനം. നല്ല പടം, സൈക്കോ ത്രില്ലറാണ്, എല്ലാവരും കാണണം. നല്ല പടം. അതെ അതെ, നല്ല സിനിമ. എൻ്റെ അമ്മയെ നേരത്തെ സംസാരിച്ച അമ്മ ഇതിലൊരു ചെറിയ വേഷനായിട്ടുണ്ട്. നല്ല പടം. ഒറ്റ വാക്കി പറഞ്ഞ ആക്ഷൻ റിവെഞ്ച് ത്രില്ലിംഗ് പടം. നല്ല ഒരു ചിത്രമാണ്. ഏതായാലും നമുക്ക് കാണുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാണ്. ഏതായാലും രാജീവ് ഷെട്ടി, പിന്നെ അപർണ ബാലമുരളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ കഥാപാത്രം നന്നായിട്ട് മലയാളത്തിലോട്ട് തിരിച്ചു വരുന്നതിൽ വളരെ ഈ ഡയറക്ടർ എന്തായാലും അദ്ദേഹത്തിൻ്റെ റൈറ്ററും ഡയറക്ടറും അദ്ദേഹം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഏതായാലും സൂപ്പർ പടം.